നമസ്കാരം. ആഗോള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും ശോഭനമായ ഭാവിക്കായി അന്താരാഷ്ട്ര സഹകരണം പരിപോഷിപ്പിക്കുന്നതിനുമായി ഇന്ന് നടക്കുന്ന G7 ഉച്ചകോടിയിൽ ലോക നേതാക്കളുമായി ചർച്ചയിലേർപ്പെടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാത്തിരിക്കുകയാണ്. G7 ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനിൽ പങ്കെടുക്കാൻ തെക്കൻ ഇറ്റലിയിലെ അപൂലിയയിൽ എത്തിയപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം നടത്തിയത്. ലോക നേതാക്കളുമായി നിരവധി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ അണിനിരന്നിട്ടുണ്ട്. G7 ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെക്ഷനും അദ്ദേഹം അഭിസംബോധന ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ആതിഥ്യം വഹിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എനർജി, ആഫ്രിക്ക, മെഡിറ്ററേനിയൻ എന്ന തലക്കെട്ടുള്ള ഉച്ചകോടി സെക്ഷനിൽ മോദി പങ്കെടുക്കും. ആഡംബര റിസോർട്ടായ ബോർഗോ എഖാനിയിൽ നടക്കുന്ന ഉച്ചകോടിക്കിടെ ലോക നേതാക്കളുമായി നിരവധി കൂടിക്കാഴ്ചകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് മോദിയുമായി പറഞ്ഞിട്ടുണ്ട്. മാർപ്പാപ്പ ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിയായിരിക്കെ തുടർച്ചയായി മൂന്നാം തവണയും തന്റെ ആദ്യ വിദേശ സന്ദർശനം G7 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഇറ്റലിയിലാണ് നടക്കാൻ പോകുന്നത്. അതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഉച്ചകോടിക്കായി ഞാൻ ഇറ്റലിയിലേക്കുള്ള എന്റെ സന്ദർശനം ഊഷ്മളമായി തന്നെ ഓർക്കുന്നു. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി മെലോണിയുടെ ഇന്ത്യ സന്ദർശനങ്ങൾ നമ്മുടെ ഉഭയകക്ഷി അജണ്ടയിൽ ആക്കം കൂട്ടുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇറ്റലി തന്ത്രപ്രധാനമായ പങ്കാളിത്തം ഏകീകരിക്കാനും ഇന്തോ പസഫിക്, മെഡിറ്ററേനിയൻ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഔട്ട്റീച്ച് സെക്ഷനിൽ ചർച്ചകളിൽ കൃത്രിമ ബുദ്ധി, ഊർജം, ആഫ്രിക്ക, മെഡിറ്ററേനിയൻ എന്നിവിടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇന്ത്യയുടെ പ്രസിഡൻസിക്ക് കീഴിൽ നടക്കുന്ന G20 ഉച്ചകോടിയുടെയും വരാനിരിക്കുന്ന G7 ഉച്ചകോടിയുടെയും ഫലങ്ങൾക്കിടയിൽ കൂടുതൽ സമന്വയം കൊണ്ടുവരാനും ആഗോള ദക്ഷിണേന്ത്യയിൽ നിർണായകമായ വിഷയങ്ങളിൽ ചർച്ച ചെയ്യാനും ഇത് അവസരമൊരുക്കുമെന്നാണ് കരുതുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മറ്റ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിക്ക് ഇന്ത്യയാണ് ആതിഥ്യം വഹിച്ചത്. US പ്രസിഡന്റ് ജോ ബൈഡൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, ജർമ്മൻ ചാൻസലർ ഓൾഫ് ഷോക്ക്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ജപ്പാനീസ് പ്രധാനമന്ത്രി ഫ്ലൂമിയോ കിഷിൻ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് G7 നേതാക്കളെ യോഗത്തിൽ പങ്കെടുക്കും. ഉർസുല വോൺ ഡെർ ലെയനും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റായ ചാൾസ് മിഷേലും ഗ്ലോബൽ സൗത്ത് ശക്തമായ സന്ദേശം നൽകാനുള്ള വേദിയായി തെക്കൻ ഇറ്റലി തിരഞ്ഞെടുത്തുവെന്ന് അവർ പറഞ്ഞു. യുക്രൈൻ പ്രസിഡന്റ് വോൾഡിമർ സെലൻസ്കിയും വ്യാഴാഴ്ച ചർച്ചയ്ക്ക് എത്തിയതോടുകൂടി റഷ്യ യുക്രൈൻ സംഘർഷം അജണ്ടയിൽ ആധിപത്യം സ്ഥാപിക്കും. ഇന്ത്യയെ കൂടാതെ ആഫ്രിക്ക, തെക്കൻ അമേരിക്ക, ഇന്തോ പസഫിക് മേഖല എന്നിവിടങ്ങളിൽ 11 വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇറ്റലിയിൽ ക്ഷണിച്ചിട്ടുണ്ട്. ഇനി എല്ലാ ദേശീയ മാധ്യമങ്ങളുടെ കണ്ണുകളും ഇനി ഇറ്റലിയിലാണ് നിൽക്കുന്നത്. ഇറ്റലിയുടെ G7 ഉച്ചകോടി. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.